ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നനച്ചുളിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു തവണ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് വീടിൻ്റെ ഉൾവശമായിരുന്നു കേട്ടോ, അടുക്കളയൊക്കെയായിരുന്നു. ഇപ്പം നമ്മൾ വീടിനെ മൊത്തത്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ മുറ്റം ഇതുപോലെ പാസാറൊക്കെ പിടിച്ച് നല്ലതുപോലെ ഈ ഇൻ്റർലോക്കിൻ്റെ കല്ല് നല്ലതുപോലെ ചെളി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഒരു വർഷമോ 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഈ കല്ല് പതിച്ചിട്ട്. അപ്പോൾ നല്ലോണം ചെളി പിടിച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ ആദ്യം ഞാൻ കിച്ചണിലായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡും കാലത്തേക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കാലത്തേക്കുള്ളത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഉച്ചയ്ക്കുള്ളത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കയും വലിയ മോനും കൂടി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ക്ലിയറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭാരത് ബന്ദ് വന്നില്ലേ, ആ ദിവസമുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പള്ളിക്ക് പോകണമെന്ന് കരുതിയിട്ട് വേഗം തീർക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ആദ്യം ഉള്ളിലെ മാറാല തട്ടലും അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. നോക്കുമ്പോൾ നല്ല വെയിലാവുമല്ലോ, അപ്പോൾ ഇതിന് മുറ്റത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ചെയ്യാമെന്ന് കരുതിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇത് പച്ചമാന്തൾ അത് വറുക്കാനൊക്കെ ആയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ സാധാ ഓസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെയ്താലും വലിയ ക്ലിയറായി തോന്നില്ല. ഇതാവുമ്പോൾ നല്ല ക്ലീൻ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടക്കം തന്നെ അത് ശരിയാവുന്നില്ല, എത്ര ഫിറ്റ് ചെയ്തിട്ടും വെള്ളം വരുന്നില്ല കേട്ടോ അതിൽ സ്പീഡിൽ. അപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ട് ആദ്യം തന്നെ, അതായത് ലീവുള്ള ദിവസമല്ലേ, അപ്പോൾ സാധാരണ ഉള്ള പണികളും കുറച്ച് വൃത്തിയാക്കലൊക്കെ ചെയ്തിട്ട് പോകാമെന്നാണ് കരുതിയിരുന്നത്. അപ്പം തന്നെ ഇത് പണി മുടക്കിയതുപോലെ തന്നെ ആയി. ഇത് ശരിയാവുന്നുമില്ല, വെള്ളം വരുന്നുമില്ല. പിന്നെ ഇത് മോട്ടർ തന്നവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ പിന്നെ അത് ഓക്കെ ആയിട്ടാ. നമ്മുടെ മുറ്റമൊക്കെ കണ്ടില്ല, നല്ലോണം എന്താണ് പാസാറൊക്കെ പിടിച്ച്, അതുപോലെ ഈ വണ്ടികളൊക്കെ കയറി വന്നിട്ട് അതിൻ്റെ മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. ആകെ ഇത് ചെയ്യാൻ നിന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും രാത്രി ആയിട്ടാ. വീട് മൊത്തത്തിൽ കുളിപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ സൈഡിലേക്കൊക്കെ ഇല്ലേ, ചുമരിലേക്കൊക്കെ ഇത് നല്ല ഫോഴ്സായിട്ടല്ലേ വെള്ളം വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ തെറിച്ചിട്ട് വീട്ടിൽ വൈറ്റല്ലേ ചുമരൊക്കെ, അപ്പോൾ അതിലേക്കൊക്കെ ഈ ചെളി തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴുകലൊക്കെ ആയിട്ട് അങ്ങനെ മൊത്തത്തിൽ പണിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു സപ്പോട്ട തെയ്യാണ് കേട്ടോ. അത് 1 വർഷം ആയിട്ടുള്ളൂ, അതിൽ കായ് വന്ന് തുടങ്ങി. വാപ്പയും മോനും കൂടി അതൊന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഈ ഇൻ്റർലോക്ക് ഇട്ടത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗമാണ്. അതിൽ കൂടെയുണ്ട് നമ്മൾ വീട്ടിലേക്ക് വരിക. ആദ്യം തന്നെ ഇത് വണ്ടിയിലെ മാറ്റാണ് കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഈ ഒരു ഫോഴ്സിൽ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അധികം വൃത്തിയൊന്നും ആവണില്ല കേട്ടോ, ചെളി മാത്രമേ പോകുന്നുള്ളൂ, വലുതായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഷാർപ്പാക്കിയിട്ടാ. ഷാർപ്പാക്കിയ സമയത്ത് നല്ലതുപോലെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് മാറ്റം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് പെയിൻ്റ് അടിക്കണമെന്നുണ്ട്. ഇൻ്റർലോക്ക് ആ ഒരു വൈറ്റ് കളർ നല്ലതുപോലെ ചെളിയാവുന്നുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും ഇതുപോലെ വീട്ടിൽ ഈ ഒരു വൈറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെളിയാവും, അപ്പോൾ ഇട്ട ഭംഗിയൊക്കെ പിന്നീട് പോകും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ കയറി വരുന്ന സമയത്ത് ആ വണ്ടിയിലെ ചെളിയൊക്കെ ഇല്ലേ, മഴക്കാലമൊക്കെ ആകുമ്പോൾ ചേറും ചെളിയായിട്ടല്ലേ വണ്ടിയൊക്കെ ഉള്ളിലേക്ക് കയറി വരിക. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ വൃത്തികേടാവും കേട്ടോ ഈ വൈറ്റ്. അപ്പോൾ ഞങ്ങളിനി ഈ വൈറ്റ് എന്തായാലും നമ്മൾ പതിച്ചു, അപ്പോൾ ഇനി അതൊരു ഡാർക്ക് ഗ്രേ ആക്കിയിട്ട് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടില്ലേ, വീടിൻ്റെ കയറി വരുന്ന ഭാഗത്തൊക്കെ ഈ വെള്ളം വന്നിട്ട് ഈ മഴ പെയ്യുന്ന സമയത്ത് വന്ന് താഴെ വന്ന് നിൽക്കുമ്പോൾ ആ ഭാഗമൊക്കെ നല്ലോണം എന്താണ് ചെളിയായിട്ട് നിൽക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ വറുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ച ഭാഗമാണ് അത് വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അത്രത്തോളം വൃത്തിയായിട്ടുണ്ട്.
ടൈം ഇപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോയി ചോറിനിട്ട് വന്നു. എന്നിട്ട് ഞാൻ കഴുകുന്ന സമയത്ത് ഇക്ക പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ആളുമാറിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. വണ്ടികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ആ സൈഡിലേക്ക് കഴുകിയപ്പോൾ ആ ഭാഗത്തേക്ക് നിർത്തിയിട്ടാ. ഇനി ഇവിടെയും കൂടി കഴുകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതേ മതിലൊക്കെ കണ്ടില്ലേ, താഴ്ഭാഗത്ത് കഴുകുന്ന സമയത്ത് മതിലേക്കൊക്കെ തെറിച്ചാണ്. ഈ ടൈമിൽ ഞങ്ങൾ പുറത്ത് കഴുകുമ്പോൾ ഇക്കതേ ഉള്ളിലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. മാറാല തട്ടലും ഈ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ മോനും വന്ന് സഹായിക്കുന്നുണ്ട്. ഇത് ചെറിയ ആളാണ്. മതിലേക്കൊക്കെ തെറിച്ചാണ് കേട്ടോ ഈ ചെളി. അത് ഭയങ്കര സ്പീഡിലല്ലേ വരുന്നത്. അപ്പോൾ വീട്ടിലേക്കും ചുമരിലേക്കും മതിലേക്കും എല്ലായിടേക്കും തെറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശം അതും കഴുകി മതിലും കഴുകി അങ്ങനെ മൊത്തത്തിൽ ഈ ഭാഗമൊക്കെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി വണ്ടികളെല്ലാം നമ്മളിത് ഈ ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഇടയിൽ ചുമരിലായതൊക്കെ അതൊക്കെ കഴുകിയെടുക്കുകയാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോകാൻ പാടായിരിക്കും. അപ്പോൾ വീടിൻ്റെ പുറകു വശമുണ്ട് അത്. പുറകു വശമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ വീട് കുളിപ്പിച്ചെടുത്തു. അത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് മൊത്തം. ജനലിക്കൊന്നും നമ്മൾ ആക്കുന്നില്ല. ജനാലയൊക്കെ മരത്തിൻ്റെ അല്ല. അപ്പോൾ ചതൽ പിടിച്ചാലോ എന്ന് കരുതിയിട്ട്, വെള്ളം നനയ്ക്കണ്ടെന്ന് കരുതിയിട്ട് ചുമര് മൊത്തം നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ പുറത്തുള്ള മാറാലയും കാര്യങ്ങളൊക്കെ തട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കല്ല് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ മോള് വശമാണ്. നമ്മൾ സ്റ്റെയർ പുറത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഉള്ളിലല്ല. അപ്പോൾ ഇതേ ആ വശമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ക്ഷീണമായി, നല്ലോണം ക്ഷീണമായിട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇക്കാക്ക് ഒരു കുഴപ്പമില്ല, ഇക്ക സുഖമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ ഞാൻ സപ്പോർട്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ 4 പേരിൽ ഒരാൾ മാത്രം ഇത് ഇങ്ങനെ കഴിക്കില്ല. ആൾക്ക് ഷെയ്ക്കായിട്ടേ കുടിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അവനിക്ക് മാത്രം അത് ഷെയ്ക്കും അടിച്ചു അവനിക്ക് കൊടുത്തു. അത് കഴിഞ്ഞത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇക്ക വീണ്ടും തുടങ്ങി കേട്ടോ. ഇക്കാൻ്റെ പണിക്ക് ഇക്ക പോയി. ഇതേ നമ്മൾ വണ്ടിയൊക്കെ മാറ്റിയിട്ടുള്ള എന്താണ് ഈ ഒരു സീനാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ടുണ്ട് കാണാൻ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ആ വണ്ടീൻ്റെ ടയറിൻ്റെ അടിയിലുണ്ടായിരുന്ന കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അതേ മുറ്റത്തായി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ക്ലീൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകാൻ തോന്നും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓൾ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.